ഇവാഞ്ചലിയും അനുദിന സുവിശേഷ വിചിന്തനം. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 11-ാം അധ്യായം 20 മുതൽ 24 വരെയുള്ള വാക്യങ്ങൾ. അനുതപിക്കാത്ത നഗരങ്ങളോടുള്ള യേശുവിൻ്റെ ശാസനയാണ് ഈ സുവിശേഷ ഭാഗം. താൻ ഏറ്റവും കൂടുതൽ അത്ഭുതങ്ങൾ പ്രവർത്തിച്ച കൊറാസിൻ, ബെത്സൈദ, കഫർനാം എന്നീ പട്ടണങ്ങൾ മാനസാന്തരപ്പെടാത്തതിനാൽ യേശു ശാസിക്കുന്നു, നിങ്ങൾക്ക് ദുരിതം. പഴയ നിയമത്തിൽ തങ്ങളുടെ ദുഷ്ടതകൾ കൊണ്ട് കുപ്രസിദ്ധി ആർജിച്ച ടയർ, സീദോൻ, സോദോം എന്നീ 3 പട്ടണങ്ങളെക്കാൾ മോശമായിട്ടായിരിക്കും യേശുവിൻ്റെ സാന്നിധ്യമുണ്ടായിട്ടും അത്ഭുതങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചിട്ടും ഹൃദയം കഠിനമാക്കിയ ഈ 3 പട്ടണങ്ങൾ വിധി ദിനത്തിൽ പരിഗണിക്കപ്പെടുകയെന്നാണ് യേശു മുന്നറിയിപ്പ് നൽകുന്നത്. ഇതിൽ കഫർനാം യേശുവിന് സ്വന്തം വീട് പോലെയായിരുന്നു, നസറത്ത് കഴിഞ്ഞാൽ. പഠനത്തിൻ്റെ ഭാഗമായി ഈ 3 സ്ഥലങ്ങളും ഞാൻ സന്ദർശിച്ചിട്ടുണ്ട്. ഗലീലി തടാകത്തിൽ നിന്നും അധികം അകലെയല്ലാതെ സ്ഥിതി ചെയ്തിരുന്ന ഈ 3 പട്ടണങ്ങളും നശിച്ച് മണ്ണടിഞ്ഞു പോയ അവശിഷ്ടങ്ങളായിട്ടാണ് നമുക്കിന്ന് കാണാൻ കഴിയുക. സ്വാഭാവികമായും എൻ്റെ മനസ്സിലും ആ ചോദ്യം ഉയർന്നിരുന്നു, യേശുവിൻ്റെ ശാപമാണോ ഇവയുടെ നാശത്തിന് കാരണം? പുരാവസ്തു ഗവേഷണത്തിൽ പറയുന്ന ഒരു കാര്യമുണ്ട്, ആർക്കിയോളജി ടെൽസ് യു വാട്ട് ഹാപ്പൻഡ്, നോട്ട് ഹൗ ഇറ്റ് ഹാപ്പൻഡ്. അതായത് പഴയൊരു സംസ്കാരത്തിനും പട്ടണത്തിനും എന്ത് സംഭവിച്ചു എന്ന് പറഞ്ഞു തരാൻ പുരാവസ്തു ഗവേഷണത്തിന് സാധിക്കും. എങ്ങനെ സംഭവിച്ചുവെന്ന അറിവ് നൽകാൻ എപ്പോഴും സാധിച്ചേക്കില്ല. ചരിത്രപരമോ സാമൂഹ്യപരമോ സാമ്പത്തികമോ പ്രകൃതിദത്തമോ ആയ വിവിധ കാരണങ്ങൾ ഈ 3 പട്ടണങ്ങളുടെ നാശത്തിന് പിറകിലുണ്ടാകാം. സീലോഹായിലെ ഗോപുരം ഇടിഞ്ഞു വീണ് 18 പേർ കൊല്ലപ്പെട്ടത് അവർ മറ്റുള്ളവരെക്കാൾ കുറ്റക്കാരായിരുന്നത് കൊണ്ടായിരുന്നോ എന്ന് ലൂക്കായുടെ സുവിശേഷം 13-ാം അധ്യായം 4-ാം വാക്യത്തിൽ യേശു ചോദിക്കുന്നുണ്ട്. അടുത്ത വാക്യത്തിൽ യേശു തന്നെ ഉത്തരവ് നൽകുന്നു, അല്ല എന്ന് ഞാൻ പറയുന്നു, പശ്ചാത്തപിക്കുന്നില്ലെങ്കിൽ നിങ്ങളേവരും അതുപോലെ നശിക്കും. എങ്കിൽ കൊറാസിൻ, ബെത്സൈദ, കഫർനാം എന്നീ പട്ടണങ്ങൾ നമുക്കൊരു മുന്നറിയിപ്പാണ്, മാനസാന്തരപ്പെടാനുള്ള ക്ഷണമാണ്. എന്തുമാത്രം അത്ഭുതങ്ങൾ യേശു നമുക്കിടയിലും നമ്മുടെ ജീവിതത്തിലും പ്രവർത്തിച്ചിട്ടുണ്ട്. എത്രമാത്രം അവിടുന്ന് നമ്മുടെ കൂടെ നടന്നിട്ടുണ്ട്. എത്ര പ്രാവശ്യം അവിടുത്തെ ഭക്ഷണമേശയിൽ നാം പങ്കുചേർന്നിട്ടുണ്ട്. എന്നിട്ട് എനിക്ക് മാനസാന്തരമുണ്ടായോ? എൻ്റെ ചിന്തകൾക്ക്, എൻ്റെ വാക്കുകൾക്ക്, എൻ്റെ പ്രവൃത്തികൾക്ക്, ജീവിതശൈലിക്ക് മാറ്റം സംഭവിച്ചു.